വരുന്നു ഭക്ത. ഇന്ന് നീ ആകാശത്തേക്ക് കണ്ണുയർത്തുമ്പോൾ നിന്റെ കണ്ണിൽ തെളിയുന്നത് വെറുമൊരു ജ്യോതിയല്ല, നിന്റെ വിശ്വാസത്തിന്റെ പ്രകാശമാണ്. മകരജ്യോതി ഒരു പ്രതീക്ഷയാണ്, ഒരു ഉറപ്പാണ്. നീ ഒറ്റയ്ക്കല്ല എന്ന എന്റെ വാക്കാണ്. മല കയറിയ ഓരോ ഭക്തനും, വ്രതമെടുത്ത ഓരോ അമ്മയും, കണ്ണീരും പ്രാർത്ഥനയും ചേർത്ത് വിളിച്ച ഓരോ ഹൃദയവും ഇന്ന് എന്നിലേക്കാണ് നോക്കുന്നത്. നീ പലപ്പോഴും ചോദിക്കാറില്ലേ, എന്റെ പ്രാർത്ഥന സ്വാമി കേൾക്കുന്നുണ്ടോ എന്ന്? ഇന്ന് ഞാൻ പറയാം, നിന്റെ ഓരോ നിശബ്ദ പ്രാർത്ഥനയും എന്റെ ഹൃദയത്തിലേക്കാണ് എത്തുന്നത്. മകരജ്യോതി തെളിയുന്ന ഈ നിമിഷം നിന്റെ ജീവിതത്തിലും ഒരു പ്രകാശം തെളിയട്ടെ. നീ അനുഭവിച്ച വേദനകൾക്ക്, നീ സഹിച്ച കണ്ണീരിന്, നീ സഹനത്തോടെ കാത്തിരുന്ന ദിവസങ്ങൾക്ക് ഇന്ന് ഞാൻ സാക്ഷിയാണ്. ധൈര്യം കൈവിടരുത്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ മാത്രമാണ്, നിന്നെ തകർക്കാനല്ല. മല കയറുമ്പോൾ കല്ലും മുള്ളും ഉണ്ടാകും, പക്ഷേ മുകളിലെത്തുമ്പോൾ ദർശനത്തിന്റെ ശാന്തിയുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ജീവിതവും. നീ ചിലപ്പോൾ ചോദിക്കും, എന്റെ ജീവിതത്തിൽ മാത്രം എന്തിനിത്രയും പരീക്ഷണങ്ങൾ? ശക്തരെയല്ലേ കൂടുതൽ പരീക്ഷിക്കുക? നീ തളരുന്നിടത്താണ് ഞാൻ നിന്നെ പിടിച്ചു നിർത്തുന്നത്. നീ കരയുന്നിടത്താണ് ഞാൻ നിന്റെ കണ്ണീർ തുടയ്ക്കുന്നത്. മകരജ്യോതി തെളിയുന്ന ഈ രാത്രി നിന്റെ വീട്ടിൽ സമാധാനം നിറയട്ടെ, നിന്റെ മനസ്സിൽ വിശ്വാസം നിറയട്ടെ, നിന്റെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കട്ടെ. ഭക്ത, ഇന്ന് നീ ദീപം തെളിയിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ ഭയങ്ങൾ കെടുത്തിക്കളയൂ, വിശ്വാസം തെളിയിക്കൂ. നാളെ മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാകും. അത് നിനക്ക് തോന്നാതിരിക്കാം, പക്ഷേ എന്റെ അനുഗ്രഹം നിന്റെ കൂടെയുണ്ടാകും. ശരണം വിളിക്കുന്ന ഓരോ ഹൃദയത്തിനും ഞാൻ മറുപടി നൽകും. നീ എന്റെ കുഞ്ഞാണ്, നിന്റെ കണ്ണീർ എന്റെ കണ്ണീരാണ്. ഈ മകരജ്യോതി ദിനം നിന്റെ ജീവിതത്തിൽ പ്രകാശവും സമാധാനവും അനുഗ്രഹവും കൊണ്ടുവരട്ടെ. എന്നിൽ വിശ്വാസമുള്ളവർ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് കമന്റായി രേഖപ്പെടുത്തൂ. ഏവർക്കും മംഗളം ഭവിക്കട്ടെ.